വളരെ സ്വാദുള്ള കടുമധുര പായസം ഈസിയായി ഉണ്ടാക്കാം. പായസം ഉണ്ടാക്കുന്നതിന് അരക്കപ്പ് പച്ചരി ഒരു ബൗളിലേക്കിട്ട് 2-3 പ്രാവശ്യം കഴുകിയെടുക്കുക. കുക്കറിലാണ് അരി വേവിക്കുന്നത്. അര ഗ്ലാസ് അരിക്ക് 1 ഗ്ലാസ് വെള്ളമൊഴിച്ച് അടച്ച് 1 വിസിൽ വരെ വേവിക്കുക. അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് കുക്കർ തണുക്കാൻ വയ്ക്കുക. ഈ സമയം നമ്മൾക്ക് പായസത്തിനുള്ള വറവ് വറുത്തെടുക്കാം. കടായിലേക്ക് ഒരു വലിയ സ്പൂൺ നെയ്യ് ചേർക്കുക. ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പിട്ട് സിമ്മിൽ വറുക്കുക. അണ്ടിപ്പരിപ്പ് മൂത്ത് ചുവന്ന് വരുമ്പോൾ ഒരു പിടി ഉണക്കമുന്തിരിങ്ങ ചേർത്ത് കൊടുക്കുക. മുന്തിരിങ്ങ കുമിളിച്ച് വരുമ്പോൾ കോരി മാറ്റുക. ഇനി നമ്മൾക്ക് സ്പെഷ്യലായി ബാക്കിയുള്ള നെയ്യിൽ തേങ്ങ ലേശം വറുത്ത് വയ്ക്കാം. ഈ സമയം ആവിയെല്ലാം പോയി കുക്കർ നല്ലപോലെ തണുത്തു വന്നിട്ടുണ്ട്. അരി 1/4 ഭാഗം വെന്ത് വന്നിട്ടുണ്ട്. ഇത് ഒരു വലിയ കടായിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ഇടുക. അച്ചുവെല്ലമാണെങ്കിൽ 1/4 കിലോ എടുത്ത് 1/2 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ചൊഴിക്കുക. കല്ലും മണ്ണുമുള്ള ശർക്കരയ്ക്ക് ഇങ്ങനെ ചെയ്യുക. നല്ല ശർക്കരയാണെങ്കിൽ ഡയറക്റ്റായി ചേർക്കാവുന്നതാണ്. 1/2 കപ്പ് അരിക്ക് 1 കപ്പ് ശർക്കര ചേർക്കണം. ശർക്കര ഉരുകിക്കഴിഞ്ഞാൽ അരി വീണ്ടും കുക്കറിലേക്കിട്ട് 3 വിസിൽ വരെ വേവിക്കുക. ഇങ്ങനെ ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ. ഇനി ഇത് വീണ്ടും കടായിലേക്ക് മാറ്റുക. 1 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾക്ക് വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ്, മുന്തിരിങ്ങ, തേങ്ങ എന്നിവ ചേർത്ത് കൊടുക്കാം. ഏലക്കപ്പൊടി ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പച്ചക്കർപ്പൂരം 1 നുള്ള് ചേർത്ത് കൊടുത്താൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പായസത്തിൻ്റെ രുചി കിട്ടും. ഇതിൻ്റെ കളർ പോലെ തന്നെയാണ് ഇതിൻ്റെ സ്വാദും. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സപ്പോർട്ടിങ്.